പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഒരു എക്സാമാണ് നമ്മുടെ LPSC UPSC എക്സാം. ഇന്ന് നമ്മുടെ കേരള PSC ജൂൺ മാസത്തെ PSC പരീക്ഷാ കലണ്ടർ പ്രസിദ്ധീകരിച്ചു. അപ്പൊ അതിൽ UPSCയുടെ എക്സാം ഡേറ്റ് എന്നാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നമുക്ക് കമന്റ് ചെയ്യുകയും വിളിക്കുകയൊക്കെ ഉണ്ടായി. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എല്ലാവരും ഭയങ്കര ഉഷാറായിട്ടുള്ള പഠനത്തിലേക്ക് വീണ്ടും കടന്നിരിക്കുകയാണ്. ഇപ്പം കുറച്ച് ബ്രേക്ക് ഒക്കെ ആയിരുന്നു, കുറച്ച് നാള് എന്താ പറയാൻ ഫെസ്റ്റിവലും കുട്ടികളുടെ എക്സാംസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഒരു വെക്കേഷൻ സ്റ്റഡി പ്ലാനോട് കൂടി എൻട്രിയിൽ LPUP വിജയപഥ വെക്കേഷൻ ബാച്ചും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിവരം കൂടി അറിയിക്കുകയാണ്. 60 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് LPUP നേടിയെടുക്കാൻ കഴിയുന്ന രീതിയിലെ ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയുള്ള ക്ലാസ് ആണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ 60 ദിവസം കൊണ്ട് പഠിക്കുമ്പോൾ, അതായത് ഇന്ന് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മെയ് ലാസ്റ്റോട് കൂടി അവസാനിക്കുകയും ജൂണോട് കൂടിയാണ് നമ്മൾ UPSCയുടെ എക്സാം ഡേറ്റ് പ്രതീക്ഷിച്ചത്. അപ്പോൾ നിലവിൽ നമ്മൾക്ക് പരിശോധിക്കുമ്പോൾ ഇന്ന് വന്നത് പ്രകാരം, അതായത് മാർച്ച് 23 പ്രകാരം PSC അനൗൺസ് ചെയ്തിരിക്കുന്ന കലണ്ടർ പ്രകാരം നോക്കുകയാണെങ്കിൽ UPSCയുടെ എക്സാം ഡേറ്റ് വന്നിട്ടില്ല. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബോണസ് ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് ഒരു മാസം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ സാധ്യത എന്നാണ് പറഞ്ഞത്. സാധ്യത എന്ന് പറയാൻ കാരണം ചിലപ്പോൾ ഇനിയിപ്പോൾ അവർ ഒരു നെക്സ്റ്റ് ഒരു കലണ്ടർ കൂടി പ്രസിദ്ധീകരിക്കാനുള്ള ഹോപ്പ് ഉണ്ട്. ചില മാസങ്ങളിൽ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ഡേറ്റ് വരുമോ എന്നുള്ളത് അറിയത്തില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു 30 ദിവസം കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെ എടുക്കുക. കാരണം ഇപ്പം നമ്മൾ LPUP വിജയപഥ വെക്കേഷൻ ബാച്ചിൽ തന്നെ 60 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ്. അപ്പൊ 60 ദിവസം നമ്മൾ ഒരു ദിവസം 5 മണിക്കൂർ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് സിലബസ് പൂർണ്ണമാക്കി പഠിച്ചെടുക്കാനും റിവിഷനും ഒക്കെയുള്ള ടൈം ആഡ് ചെയ്താണ് അത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ജൂൺ മാസം കംപ്ലീറ്റും കിട്ടുകയാണ്. ആ കിട്ടുന്ന ജൂൺ മാസം നിങ്ങൾ മാക്സിമം എന്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുക? റിവിഷന് വേണ്ടി മാക്സിമം പ്രയോജനപ്പെടുത്തുക. അപ്പൊ അങ്ങനെ പ്രയോജനപ്പെടുത്തിയ നമ്മൾ ഇതിൽ 90 ദിവസമാണ് വരുന്നത്. 60 ദിവസം നമ്മൾ സിലബസ് പഠിക്കുന്നു, ഒപ്പം റിവിഷനും ചെയ്താണ് പഠിച്ച് മുന്നോട്ട് പോകുന്നത്. വീണ്ടും ഒരു 30 ദിവസം ബോണസ് മന്ത് ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. അപ്പം ഇപ്പൊ പലരും ചോദിക്കുന്ന ഒന്നാണ്, പഠനം ഇനിയും വൈകിട്ടില്ല എന്നൊരു കാര്യം. പലരും ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടെന്ന് ഒത്തിരി അധ്യാപക സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്. ഇനി പഠിച്ചിട്ട് കാര്യമുണ്ട്, കാര്യമുള്ളത് കൊണ്ടാണ് പറയുന്നത്, ഇനിയും വൈകിട്ടില്ല. അത് ഒരുപാട് കമന്റ് നമുക്ക് യൂട്യൂബ് ചാനലിന്റെ താഴെ ഇങ്ങനെ കാണാറുണ്ട്. ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ? പഠിച്ചിട്ട് കാര്യമുണ്ട്, ടെൻഷന്റെ ആവശ്യകതയൊന്നുമില്ല. ഈ ടെൻഷൻ എന്തിനാ? എന്തിന്റെ കാര്യമാണ്? നമ്മളൊരു സിസ്റ്റമാറ്റിക് പ്രോപ്പർ സ്റ്റഡിയിലൂടെ അല്ല നമ്മൾ പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ടെൻഷൻ ഉണ്ടാകും. അത് തീർച്ചയാണ്. എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഒക്കെ ടെൻഷൻ ഉണ്ടാകും. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മുടെ LPUP വിജയപഥ വെക്കേഷൻ ബാച്ചിൽ പ്രോപ്പർ സ്റ്റഡി പ്ലാനോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഇപ്പം LPUP വിജയപഥ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നില്ല, ഞാൻ സ്വന്തമായിട്ടാണ് പഠിക്കാൻ പോകുന്നത്, അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റഡി ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് പഠിക്കാവുന്നതാണ്. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മളിങ്ങനെ സ്റ്റഡി ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കോർ സബ്ജക്റ്റിന് നമ്മൾ ഇംഗ്ലീഷ്, മലയാളം, വിദ്യാഭ്യാസ മനഃശാസ്ത്രം, സയൻസ് തുടങ്ങിയ മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോകണം എല്ലാ ദിവസവും. നമ്മുടെ ഇവിടെ LPUP വിജയപഥ വെക്കേഷൻ ബാച്ചിന്റെ സ്റ്റഡി ടൈം ടേബിൾ ഒന്ന് പരിശോധിച്ച്, വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന് നമ്മൾ പഠിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, മാത്സ് പഠിക്കുന്നുണ്ട്, മലയാളം പഠിക്കുന്നുണ്ട്, കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്, കേരള ഹിസ്റ്ററി. ഇതിൽ പല ടോപ്പിക്കുകളും അല്ലെങ്കിൽ മനഃശാസ്ത്ര സമീപനമാണ് നമ്മൾ ആദ്യ ദിവസം പഠിക്കുന്നത്. അത് നമുക്ക് ഒറ്റ ക്ലാസ് കൊണ്ട് 20 മിനിറ്റിന്റെ ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ടൈപ്പ് ഓഫ് സെന്റൻസ് എന്ന് പറയുന്നത് അരമണിക്കൂർ കൊണ്ട് നമ്മൾ റെക്കോർഡഡ് വീഡിയോ ക്ലാസ് കാണുമ്പോൾ അതുകൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ കഴിയില്ല. അത്രമാത്രം വലിയൊരു ടോപ്പിക്കാണ്. ടൈപ്പ് ഓഫ് സെന്റൻസ് ആണെങ്കിലും ഫ്രാക്ഷൻ ആണെങ്കിലും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, Day 1, Day 2, Day 3 ഓരോ ഭാഗങ്ങളായിട്ടാണ് പഠിച്ചു പോകുന്നത്. ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകുമ്പോൾ നമ്മൾ ഒരു ടോപ്പിക്ക് ഇപ്പൊ 4 ദിവസം കൊണ്ടാണ് നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഭാഷാ ചരിത്രം എന്ന് പറയുന്നത് Day 1 തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നില്ല മലയാളത്തിൽ. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഏരിയ കൂടിയാണ്. ശരിക്കും നമ്മൾ 2 ദിവസം എടുത്താണ് ആ ഭാഗം കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ പറയുന്ന പഴശ്ശി വിപ്ലവം, വേലുത്തമ്പി ദളവയൊക്കെ കുറച്ചും കൂടി
എളുപ്പമുള്ള സബ്ജക്ട് സോഷ്യൽ സയൻസ് ആണ്, എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്നതുമാണ്. വേണമെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണാൻ നിങ്ങൾക്ക് PDF നോട്ട് വായിച്ചോ അത് മനസ്സിലാക്കാം. ഇനി അതല്ല, എൻ്റെ മെയിൻ സബ്ജക്റ്റ് ഞാൻ കെമിസ്ട്രി ആണ്, അതുകൊണ്ട് എനിക്ക് ആറ്റം അതിൻ്റെ നോട്ട്, അപ്പം വീഡിയോ ക്ലാസ് കണ്ട് സമയം കളയേണ്ട, ആറ്റത്തിൻ്റെ PDF നോട്ട് കണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. അപ്പൊ ഈ രീതിയിൽ ടൈം മാനേജ്മെന്റും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു പോവുക. പ്രധാനമായിട്ട് നോക്കേണ്ടത് എല്ലാ സബ്ജക്റ്റിനും നിങ്ങൾ എന്ത് കൊടുക്കുക, പ്രാധാന്യം കൊടുത്ത് ഈ 60 ദിവസം പഠിച്ചു പോവുക. ആദ്യത്തെ ദിവസമൊക്കെ വലിയ കോൺഫിഡൻസ് കാണില്ല, പക്ഷെ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോയിട്ട് 5 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇന്ന് പഠിക്കുന്ന നാളെ റിവിഷൻ ചെയ്യുക. അങ്ങനെ ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ പഠിച്ചു പോകുന്നതെങ്കിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തു വെച്ച് ജസ്റ്റ് ഒന്ന് ചെയ്യണം. മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഞാനിപ്പം ബിഗ് സീറോയിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം. പ്രത്യേകിച്ച് എൻട്രി ആപ്ലിക്കേഷനെ സംബന്ധിച്ചിടത്തോളം LP UP എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് ഒത്തിരി എക്സാംസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ഒത്തിരി എക്സാംസ് എല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പ്രയോജനപ്പെടുത്തുക. അപ്പം എക്സാം എഴുതുന്നതിലൂടെ പുതിയ പുതിയ ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നു. റിപ്പീറ്റ് ആയിട്ട് ചിലപ്പോൾ ചോദ്യങ്ങൾ വന്നേക്കാം. അപ്പൊ വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് ആ ചോദ്യം കടന്നു ചെല്ലുന്നുണ്ട്. അപ്പൊ ഈ രീതി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പൊ വെക്കേഷൻ ബാച്ച് LP UP വിജയപഥ വെക്കേഷൻ ബാച്ചിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയും ചെയ്യുന്നുണ്ട്. 60 ഡേ സ്റ്റഡി ടൈം ടേബിൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ 60 ഡേ സ്റ്റഡി ടൈം ടേബിളും അടുത്ത ദിവസം നമ്മൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകുന്നതാണ്. 60 ദിവസം നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് പഠിക്കാം എന്നുള്ളത്. അപ്പം പഠനം ഇനിയും വൈകിട്ടില്ല എന്നൊരു കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ആ വസ്തുത തിരിച്ചറിഞ്ഞ് നല്ല പോലെ പഠിക്കുക. ഇനിയും സമയമുണ്ട്. ഈ 2 മാസം ഇതിനു വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാൻ നിങ്ങൾ മനസ്സ് തയ്യാറായ, ഒരു ചലഞ്ച് ഏറ്റെടുത്താൽ നിങ്ങളുടെ ജീവിതം സേഫ് ആണ്. അപ്പൊ നിലവിലെ കലണ്ടർ പ്രകാരം UPSCയുടെ നമുക്ക് എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ. നല്ല രീതിയിൽ പഠിക്കുക, സമയം ഒട്ടും പാഴാക്കാതെ മുന്നോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ്.